2025 അവസാനിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഫിനാൻസ് മീഡിയ എന്നുള്ള നിലയിൽ മൈഫിൻ ടിവിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം നാഴികക്കല്ലുകൾ പിന്നിട്ട ഒരു വർഷമാണ് കടന്നു പോകുന്നത്. നിങ്ങളിലേക്ക് വിവരങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ എത്തിക്കുക മാത്രമല്ല മൈഫിൻ ചെയ്തിട്ടുള്ളത്. വിപണിയിലെയും ഇക്കണോമിയുടെയും പല മാറ്റങ്ങളുടെയും സൂചനകൾ നേരത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് മൈഫിൻ റിസർച്ച് ടീമിന് സാധിച്ചു എന്നുള്ളൊരു സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഓഹരി വിപണിയിൽ പ്രഡിക്ഷൻസ് അല്ല പ്രധാനമാകുന്നത്, അനാലിസിസ് ആണ്. അത്തരത്തിൽ 2025 കാലണ്ടർ വർഷം വിട പറയുന്ന സമയത്ത് സ്റ്റോക്ക് ഡിസ്കവറി എന്നുള്ള ഞങ്ങളുടെ പരിപാടിയിൽ ഞങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചതും ഈ ഡാറ്റയിൽ തന്നെയാണ്. ഡാറ്റ ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഈ ഒരു പ്രോഗ്രാമിൽ ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ്, ഡിഫൻസ്, IT, സെമി കണ്ടക്ടർ, FMCG അങ്ങനെ ഒരുപാട് സെക്ടറിലെ സ്റ്റോക്കുകളും അതിന്റെ വളർച്ചാ സാധ്യതകളും ഞങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു. വാല്യുവേഷൻസ്, ഏർണിംഗ് വിസിബിലിറ്റി, എക്സിക്യൂഷൻ കേപ്പബിലിറ്റി എന്നീ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയായിരുന്നു സ്റ്റോക്ക് ഡിസ്കവറിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ഇനി ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് റിസൾട്ടുകൾക്ക് മുൻപ് ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവ് ആകാമെന്ന അസംഷൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. കോർപ്പറേറ്റ് ബെഹ്മത്ത് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ്, പൊസിഷനിങ് ആൻഡ് ഫൈനാൻഷ്യൽ മെട്രിക്സ് എന്നിവയെല്ലാം ചേർത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആയിരുന്നു അത്. സ്വാഭാവികമായിട്ടും റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്കിൽ 7% റാലിയും കണ്ടു. ഇത് പ്രഡിക്ഷൻസ് ആയിരുന്നില്ല, അനാലിസിസ് മാർക്കറ്റ് സ്ഥിരീകരിച്ചതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ വാല്യുവേഷൻസിനെ കുറിച്ചും നമ്മൾ പല എപ്പിസോഡ്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില സ്റ്റോക്കുകളിൽ വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണെന്നും അത് സസ്റ്റൈനബിൾ അല്ല എന്നും നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്തു. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഈ റിയാലിറ്റി റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. PE മൾട്ടിപ്പിൾ 117 നിന്നും 99 ടൈംസിലേക്ക് ഡീറേറ്റ് ചെയ്തു. സ്റ്റോക്ക് CG പവർ പ്രീമിയം വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ് ആദ്യത്തെ ചലഞ്ച്. PL ഗ്രൂപ്പ് കമ്പനികളുടെ PE ആയ 59 ടൈംസും ഇൻഡസ്ട്രി PE ആയ 36ഉം പരിഗണിക്കുമ്പോൾ 117 ടൈംസിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത്. വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഡിക്സൺ ടെക്നോളജിയുടെ കാര്യത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഗ്രോത്ത് നറേറ്റീവ്സ് നിലനിന്ന സമയത്തും വാല്യുവേഷൻ റിസ്കിനെ കുറിച്ചും എക്സിക്യൂഷൻ റിസ്കിനെ കുറിച്ചും ഞങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടി. ഹൈ ഗ്രോത്ത് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഡിക്സന്റെ സ്ഥാനവും PLI സ്കീമിലൂടെയുള്ള ഗവൺമെന്റ് സപ്പോർട്ടും ഒപ്പം മാനുഫാക്ചറിംഗ് സെക്ടർ എക്സ്പാൻഷനും തുടങ്ങി നിരവധി ഘടകങ്ങൾ കാരണമാണ് കമ്പനിയുടെ ഈ പ്രീമിയം വാല്യുവേഷൻ. ഹൈ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വാല്യുവേഷൻസ് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കമ്പനി ഓരോ തവണയും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ പുറത്തുവിടാൻ നിർബന്ധിതരാവുകയാണ്. ഇൻ കേസ് ഈ പ്രതീക്ഷകൾ മാച്ച് ചെയ്യാൻ കഴിയാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഡീറേറ്റിംഗ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായേക്കാം. സ്വാഭാവികമായും സ്റ്റോക്ക് 21% കറക്ഷനാണ് പിന്നീട് നേരിട്ടത്. ദേവ്യാനി ഇന്റർനാഷണലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് നറേറ്റീവ്സ് മാത്രമല്ല, ബിസിനസ്സിലെ നെഗറ്റീവ് ആസ്പെക്ട്സും ഞങ്ങൾ കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. സ്ഥിരമായ പ്രോഫിറ്റബിലിറ്റി ചലഞ്ചുകളും മാർജിൻ സമ്മർദ്ദങ്ങളും കോമ്പറ്റേറ്റീവ് ഹെഡ്വിൻസും നിലനിൽക്കെ ഇൻവെസ്റ്റേഴ്സ് വളരെ കൃത്യതയോടെ വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ. കമ്പനിക്ക് ഏറ്റവും നിർണായകമായ സഫയർ ഫുഡ്സുമായുള്ള ലയനം ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക് നിറഞ്ഞതാണ്. QSR ഇൻഡസ്ട്രിയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ അട്രാക്റ്റീവായി തുടരുകയാണ്. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന കൺസ്യൂമർ പ്രിഫറൻസസ്, ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, മേഖലയിൽ വർദ്ധിക്കുന്ന കോമ്പറ്റീഷൻ എന്നിവയുമായി കമ്പനികൾ പൊരുത്തപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തതോടെ ആ റിസ്ക് പ്രൈസ്ഡ് ആയി. എവരിഡിയിൽ ഏർലി ടേൺ അറൗണ്ട് സിഗ്നൽസ് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കമ്പനി ഏതാണ്? അത് തന്നെ എവരിഡി ബാറ്ററീസ്. വെറും ബാറ്ററി മാത്രമല്ല, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കൈകാര്യം ചെയ്യുന്ന കമ്പനി കൂടിയാണ് എവരിഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. എപ്പിസോഡ് ടെലികാസ്റ്റിന് ശേഷം സ്റ്റോക്ക് ഏകദേശം 49% റാലിയാണ് നടത്തിയത്. പിന്നാലെ കറക്ഷൻ ഉണ്ടായപ്പോഴും അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. കാരണം കറക്ഷനും റാലിയും എല്ലാം മാർക്കറ്റ് പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയതുമാണ്.
ഓപ്പണിംഗ് അവേഴ്സ് രാവിലെ 9:30 മുതൽ 10:30 വരെ. അത് വെറും ഒരു ന്യൂസ് ഷോ മാത്രമല്ല, നിങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊണ്ട് അത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാം, അതുവഴി ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നൊരു പഠനം കൂടെ, അതായത് ഒരു നോളജ് ബേസ്ഡ് ഷോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ ഓപ്പണിംഗ് അവേഴ്സിൽ പല കാര്യങ്ങളും നമ്മൾ 2025 കാണാനിടയായി. ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് 2025 ഏറ്റവും സിഗ്നിഫിക്കൻ്റായും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള ഒരു കാര്യം ട്രംപിൻ്റെ US ടാരിഫായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ മേൽ വച്ചത്. അന്ന് JP മോർഗൻ ഉൾപ്പെടെ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അമേരിക്ക ഒരു റിസഷനിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ മൈഫിൻ റിസർച്ച് ഡെസ്കിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഈ കൊല്ലം അമേരിക്ക എന്തായാലും റിസഷനിലേക്ക് പോവില്ല, അത് മാത്രമല്ല ഈ കൊല്ലം തന്നെ റേറ്റ് കട്ട് ഉണ്ടാവുകയും ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. GDP ഗ്രോത്ത് അവർ എന്താ പറയുക, വളരെ ഭേദപ്പെട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്നു. റേറ്റ് കട്ട് ഡിസംബറോടുകൂടി വരും എന്ന് പറഞ്ഞു. നമ്മളൊരു ഭയങ്കര ഒരു സ്പെക്കുലേഷൻ എടുത്തിരുന്നു അനിൽ. അതായത് നമ്മൾ പറഞ്ഞു US ഒരിക്കലും റിസഷനിലേക്ക് പോവില്ല. ആഫ്റ്റർ ഓൾ ട്രംപ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാമറ അറ്റൻഷനും അല്ലെങ്കിൽ എപ്പോഴും ന്യൂസിൽ ഉണ്ടാവുന്ന ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതേപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, അമേരിക്ക അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് GDP ഗ്രോത്ത് ആണ് ഇതുവരെ കാഴ്ചവെച്ചു എന്നുള്ള. അമേരിക്കൻ എക്കണോമിയുടെ ഡെത്ത് പ്രവചിച്ച പലരെയും തെറ്റിച്ചുകൊണ്ട് മൈഫിൻ്റെ ഈ ഓപ്പണിംഗ് അവേഴ്സ് ഷോ നിങ്ങൾക്ക് മാതൃകയായി എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നു ഞങ്ങൾ വീണ്ടും ഉറപ്പ് തരുന്നു. അതുമാത്രമല്ല, ഒരു ദിവസം രാവിലെ നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ TV ചാനൽ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് എഗെയിൻസ്റ്റ് ട്രംപ് അവരുടെ ടാരിഫ് വെച്ചു എന്നുള്ളതാണ്. അന്ന് രാവിലത്തെ 9:30 ഓപ്പണിംഗ് അവേഴ്സിൽ അന്ന് തന്നെ നമ്മൾ പറയുകയുണ്ടായി, ഇന്ത്യൻ ജനറിക് ഫാർമ മാർക്കറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യുന്ന അല്ല എന്നുള്ളത്. ഇന്ത്യൻ കമ്പനീസിന് ഈ പറയുന്ന ഈ ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കൽസിന് ട്രംപ് പറഞ്ഞ 100% ടാരിഫ് നമ്മളെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൂടുതലും അമേരിക്കൻ കമ്പനീസിനെ നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമതുള്ളത് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ, അതിൽ സ്വിറ്റ്സർലൻഡ്, ജർമ്മനി ആയിരിക്കാം. ഏതൊരു ന്യൂസ് ചാനലും, അത് പ്രോബബ്ലി കേരള എന്ന് മാത്രമല്ല ഒരു നാഷണൽ ലെവലിൽ പോലും ഒരു ചാനലും അവതരിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ അന്ന് നിങ്ങളോട്, പ്രേക്ഷകരോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ഇന്ത്യൻ ജനറിക് ഫാർമയെ ഈ US ടാരിഫ് എഫക്റ്റ് ചെയ്യില്ലാന്ന്. അതേപോലെ തന്നെ നമ്മൾ ഇന്നും പറയുമ്പോൾ ഫാർമ സ്റ്റോക്സിന്റെ പെർഫോമൻസ് അത് തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ 2025 മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് ഒരു വൻ ശക്തിയായി, അതായത് ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് നേഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡിൽ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ശക്തിയായി മാറണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിക്ക് ഗവൺമെന്റ് വേണ്ട പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. പുതിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വെർട്ടിക്കൽ, തീർച്ചയായിട്ടും ഒരു ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് തുറന്നു വരുന്നു എന്നുള്ളതാണ് അതിനകത്ത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ സെക്ടറൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു തീം ഓപ്പൺ ചെയ്തു വരുന്നത് ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറാണ്. നമ്മൾ ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ആ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ അതിൻ്റെ റെലവൻസ് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവണം. ദാ നോക്കൂ, ഈ കൊല്ലം തന്നെ ഏതാണ്ട് 5 ഇമ്പോർട്ടൻറ്റ് ബില്ലുകളാണ് നമ്മുടെ ഷിപ്പിംഗ് മിനിസ്ട്രി പാസ്സാക്കിയത് പാർലമെന്റിൽ. അത് ഒന്നാമത്തെ കാര്യം. ഏതാണ്ട് 70,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പോലും ഗവൺമെന്റ് അതിന് പറഞ്ഞേക്കുന്നു എന്നുള്ള. അത് മാത്രമല്ല, വലിയ വെസൽസിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസും കൂടെ കൊടുത്തു. ഇത് വെറുതെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതല്ല, പ്രവചിച്ചതല്ല. നമ്മുടെ റിസർച്ചിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു, ഈ ഇന്ത്യക്ക് ഒരു മാരിടൈം സെക്ടറിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വലിയൊരു ഷിപ്പ് ബിൽഡിംഗ് രാജ്യമായി മാറണം എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഇൻഡസിൻ ബാങ്കിന്റെ ഒരു സ്കാമിന്റെ ഒരു ഇഷ്യൂ, ഒരു ന്യൂസായി ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ, അതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് തുറന്നു നോക്കേണ്ട സ്ഥലം ഫസ്റ്റ് ഇതിനകത്ത് ഇൻസൈഡർ ട്രേഡിംഗ് എവിടെ നടന്നു എന്നുള്ളതാണ്. 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെ നമ്മൾ ഇതിനകത്തൊരു ഇൻസൈഡർ ട്രേഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സുമന്ത് കബാലിയ ഏതാണ്ട് 118 കോടിയുടെ ഷെയർ സെല് ചെയ്തിട്ടുണ്ട്. ഏത് റേറ്റിനാണെന്നറിയോ? 1437 രൂപയ്ക്ക് CEO സെല് ചെയ്തിട്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ ഡെപ്യൂട്ടി CEO ഏതാണ്ട് 70 കോടിക്ക് 1451 സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇൻസൈഡർ സെല്ലിംഗ് ഏതാണ്ട് 2023 മുതൽ 2024 ജൂലൈ വരെ അതിനകത്ത് നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടുന്ന് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇതിന്റെ CEO, ഇതിന്റെ ഡെപ്യൂട്ടി CEO നടത്തിയ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് അത് തന്നെ ആയിരിക്കണം ഈ സ്കാമിന്റെ തുടക്കം എന്ന് പറഞ്ഞു. അതും ഏതൊരു ചാനലിനെക്കാട്ടിലും ഏതൊരു മാധ്യമത്തിനെക്കാട്ടിലും ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് മൈഫിൻ ആണ്. അത് ഓപ്പണിംഗ് അവസി കൂടെയാണെന്ന് അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ബജറ്റ് ഏതൊരു മീഡിയയെ സംബന്ധിച്ചിട്ടും ഒരു വർഷത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇവന്റുകളിലൊന്നാണ്. പ്രത്യേകിച്ചും മൈഫിനെ പോലെ ഒരു ഫിനാൻഷ്യൽ മീഡിയയ്ക്ക് 2025 യൂണിയൻ ബജറ്റ്
സമഗ്രമായും ആധികാരികമായും രാഷ്ട്രീയം ലെവലേശം കലരാതെ അങ്ങേയറ്റം ഒരു ഫൈനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ ടീമിന് സാധിച്ചു. ഇപ്പോൾ ഒരു ഫണ്ട് മാനേജറിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നറിയോ, പൈസ കൂടുതൽ വരുന്നത് എവിടെ ഡിപ്ലോയ് ചെയ്യുന്നുള്ളതാണ്. അവർ ഇതൊക്കെ തരാമെന്ന് പറയും. പ്രീ ബജറ്റ്, ലൈവ് ബജറ്റ് സെഷൻ, ഒപ്പം പോസ്റ്റ് ബജറ്റ് സെഷനുകൾ ഉൾപ്പെടെ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആയിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ബജറ്റിലും അവരുടെ എയിം എന്ന് പറയുന്നത് എവിടുന്നേലും എന്തെങ്കിലും പുതിയ സെക്ടേഴ്സ് കണ്ടുപിടിച്ച് ടാക്സ് ചെയ്ത് ടാക്സ് റവന്യൂ കൂട്ടുക എന്നുള്ളത്. ഡെവലപ്ഡ് ഇക്കോണമിയിലേക്ക് പോകുന്നതുകൊണ്ട് ആ സ്പെൻഡിങ് കൾച്ചർ കൂടെ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ലോവർ മിഡിൽ ക്ലാസ്സിന് തന്ന ഒരു 4 lakh എബോവ് ആയിട്ടുള്ളൊരു സാലറി റേഞ്ചോ അല്ലെങ്കിൽ ഇൻകം റേഞ്ചോ ഉണ്ട്. ടാക്സ് കൺസൾട്ടന്റുകൾ മുതൽ മാർക്കറ്റ് എക്സ്പേർട്സിന്റെ വരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഓരോ ട്രേഡിംഗ് സെഷനും അതിനോടൊപ്പം തന്നെ നിക്ഷേപവും നടത്തുന്നതിന് മുമ്പ് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഒപ്പം ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അത്തരം ഇൻഫർമേഷൻസ് നൽകുന്ന മൈഫിന്റെ പ്രീ മാർക്കറ്റ് ഷോയാണ് മാർക്കറ്റ് പ്ലസ്. ആയിരം എപ്പിസോഡുകൾ പിന്നിട്ട മാർക്കറ്റ് പ്ലസ് ഷോയിൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ ഞങ്ങൾ നൽകിയിരുന്നു. ഉദാഹരണത്തിന് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 60,114.5 എന്ന ലെവലാണ്. എന്നാൽ ജൂൺ 30 മാർക്കറ്റ് പ്ലസിന്റെ എപ്പിസോഡിൽ 60,000 എന്നൊരു ലെവൽ ബാങ്ക് നിഫ്റ്റി മറികടക്കുമെന്ന സൂചന ഞങ്ങളുടെ വിദഗ്ധർ നിങ്ങൾക്ക് നൽകിയിരുന്നു. എക്സ്ട്രീംലി ബുള്ളിഷ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്കിപ്പോൾ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരുന്നു. ഇനി നമ്മൾ ഈ ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 58,600, 59,500, 61,800. മൈ എക്സ്പെക്ടേഷൻ ഇൻ ദ ലോങ് റൺ 61,800 തന്നെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. മൈഫിന്റെ പ്രീമിയം ഷോകൾ എന്നും പ്രേക്ഷകരിലേക്ക് വാല്യൂ ആഡഡ് ഇൻഫർമേഷൻ നൽകുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ്. ഒരു ബ്രോക്കറേജിന്റെ റിപ്പോർട്ട് പഠിച്ച് അതിലെ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരല്പം ബുദ്ധിമുട്ടേറിയ വിഷയമാണ്. ഈ ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ കൃത്യമായി പഠിക്കുകയും അതിനോടൊപ്പം തന്നെ ലളിതമായി അവതരിപ്പിക്കുകയും ബ്രോക്കറേജുകളുടെ ഫോക്കസിലേക്ക് എത്തിയ ഓഹരികളെയും അതിന്റെ കാര്യകാരണങ്ങളും സഹിതം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന മൈഫിന്റെ പ്രീമിയം ഷോയാണ് മൈഫിൻ സ്പോട്ട്ലൈറ്റ്. സ്പോട്ട്ലൈറ്റിന്റെ ഫോക്കസിലേക്ക് എത്തിയ പല ഓഹരികളിലും പിന്നീട് ശക്തമായൊരു റാലി ഞങ്ങൾ കണ്ടതായിരുന്നു. ഉദാഹരണത്തിന് മൈഫിൻ സ്പോട്ട്ലൈറ്റിന്റെ 14ാമത്തെ എപ്പിസോഡിൽ സിർമ SGS ടെക്നോളജീസിനെ സംബന്ധിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകിയിരുന്നു. ഒന്നിലധികം ബ്രോക്കറേജുകളുടെ ഫോക്കസിലേക്ക് എത്തിയ ഈ ഓഹരിയും അതിന്റെ കാര്യകാരണങ്ങളും സഹിതം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഈ മികച്ച നമ്പേഴ്സ് തന്നെയാണ് കമ്പനിയുടെ ഓഹരികളെ ബ്രോക്കറേജുകളുടെ ഫോക്കസിലേക്ക് എത്തിച്ചത്. മെയ് 14 മോത്തിലാൽ ഓസ്വാൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഈ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ ബൈ റേറ്റിംഗ് നൽകുകയും 618 രൂപ ടാർഗറ്റ് വിലയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ICICI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളുടെ ഫോക്കസിലേക്കും സിർമ എത്തിയിട്ടുണ്ട്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അനുസരിച്ചുള്ള വാല്യൂഷൻ അനുസരിച്ച് കമ്പനികൾക്ക് ബൈ റേറ്റിംഗ് ആണ് ICICI സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് വില 611 രൂപ. അതിനുശേഷം ഈ ഓഹരിയിൽ ഉണ്ടായിരുന്ന കുതിപ്പ് ഞങ്ങളുടെ അനാലിസിസിന്റെ കരുത്തുകൂടിയാണ് വെളിവാക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ് RBIയുടെ MPC യോഗ തീരുമാനങ്ങൾ. പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ ഇതിന്റെ സർഫസ് ലെവൽ റിപ്പോർട്ടിംഗ് മാത്രമാണ് നടത്താറുള്ളത്. എന്നാൽ ഓരോ MPC യോഗ തീരുമാനങ്ങളും അതിന്റെ തത്സമയ സംപ്രേഷണങ്ങളും ബാങ്കിംഗ് മേഖലയിലെ എക്സ്പേർട്സിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 2019 മുതൽ ഭവന വായ്പ, വാഹന വായ്പ, പേഴ്സണൽ വായ്പ തുടങ്ങിയവയ്ക്കെല്ലാം എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് റേറ്റ് ആണ് വേണ്ടത്. നമ്മൾ വളരെ ഉയർന്നു നിന്നിരുന്ന ഒരു നാണ്യപ്പെരുപ്പ റേറ്റിൽ നിന്ന്, വിലക്കയറ്റ നിരക്കിൽ നിന്നാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ തുടർച്ചയായിട്ടുള്ള ധനനയ അവലോകനങ്ങൾ വഴി വളരെ യുക്തമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി തീരുമാനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്.
ഉദാഹരണത്തിന് ഡിസംബർ മാസത്തിൽ RBI പലിശ നിരക്ക് കുറച്ചത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ എഫക്ട് ചെയ്തത് എന്നത് കൃത്യമായി ബാങ്കിംഗ് മേഖലയിലെ എക്സ്പേർട്സിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ റിസർച്ച് ടീമിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കീർണമായ ട്രേഡിംഗ് നടക്കുന്ന മേഖലയാണ് കമോഡിറ്റി. സ്വർണം, ക്രൂഡ്, USD INR ഒപ്പം ക്രിപ്റ്റോ മാർക്കറ്റ് എന്നീ മേഖലകളിലെ സമഗ്രമായിട്ടുള്ള അനാലിസിസും ഒപ്പം ഇന്റർനാഷണൽ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് ടേം ട്രെൻഡും കൃത്യമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് ട്രയോ പൾസ്. ഇന്ന് പവൻ 1 ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണ്ണവില കുതിച്ചു കയറിയപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ട്രയോ പൾസിലൂടെ സ്വർണത്തിന്റെ റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന സൂചന പ്രേക്ഷകർക്കായി ഞങ്ങൾ നൽകിയിരുന്നു. ഏതായാലും $3600 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം ഗോൾഡിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഈ ഒരു ലെഗ് ഓഫ് ബുള്ളിഷ് റാലി വളരെ ശക്തമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇന്ന് പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫോക്കസിലേക്ക് എത്തുന്ന ഒരു മേഖലയാണ് IT സെക്ടർ എന്ന് പറയുന്നത്. നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും 2025 ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടറായിരുന്നു ഇന്ത്യയുടെ IT മേഖല. എന്നാൽ വീണ്ടും ഈ ഒരു IT സെക്ടർ ഒരു റിക്കവറി മോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. IT സെക്ടർ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഒരു ഡാർക്ക് ഹോർസ് സെക്ടർ ആണെന്ന സൂചന സമ്മർ സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IT sector is my dark horse and എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ IT സെക്ടറിൽ അതിൻ്റെ ബോട്ടം അറ്റ്ലീസ്റ്റ് താൽക്കാലികമായിട്ട് കണ്ടു കഴിഞ്ഞു. So this is a great time for value investing. And Nifty IT ഇൻഡെക്സിന്റെ കേസിൽ I think we have seen the short term bottom. ഇവയൊക്കെയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ്സ്. അടുത്ത മണിക്കൂറിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓരോ മണിക്കൂറിലും മാർക്കറ്റിൽ ലീഡും ലാഗും ചെയ്യുന്ന ഓഹരികളെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഒരു മാർക്കറ്റ് സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് അതിൻ്റെ ആഫ്റ്റർനൂൺ സെഷൻ. ഓവർനൈറ്റ് ഉണ്ടായ ഗ്ലോബൽ ക്യൂസും അത് തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും മാർക്കറ്റിനെ ഏത് രീതിയിൽ പരുവപ്പെടുത്തി എന്ന് ഒരു ഇൻവെസ്റ്ററിനെ അറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മൈഫിൻ TV 12:10 മുതൽ 12:30 വരെ മാർക്കറ്റ് ബ്രേക്ക് സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ദിവസത്തെ വിപണിയുടെ കയറ്റിറക്കത്തിൻ്റെ കാരണങ്ങളും അന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ബ്രോക്കറേജസിൽ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ബ്രോക്കറേജസ് റിപ്പോർട്ടുമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. മുൻപ് സൂചിപ്പിച്ചിരുന്ന ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഓവർവ്യൂവും അവരുടെ സെക്ടറൽ വ്യൂവും ഇതിൻ്റെ ചെറിയ സാമ്പിളുകൾ മാത്രമാണ്. നിലവിലിപ്പോൾ ബോഫയുടെ മാർക്കറ്റ് സ്ട്രാറ്റജി പ്രകാരം 2026 കാലണ്ടർ ഇയറിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സെക്ടേഴ്സായിട്ട് അവരിപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ഫൈനാൻഷ്യൽസ്, റിയൽ എസ്റ്റേറ്റ്, പാസഞ്ചർ ആൻഡ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, റെഗുലേറ്റർ, പവർ യൂട്ടിലിറ്റീസ്, കൺസംഷൻ എന്നീ പറയുന്ന സെക്ടറുകളെയാണ് നിലവിൽ അവരിപ്പോൾ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് രേഖപ്പെടുത്താനുള്ളൊരു സാധ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവയൊക്കെ തന്നെ ഒരു ഡൊമസ്റ്റിക് ഡിമാൻഡിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറുകളാണ്. രാജ്യത്തിൻ്റെ അകത്തുള്ള ഡിമാൻഡുകളും ആയിരിക്കും ഈ ഒരു മേഖലയുടെ ഒക്കെ തന്നെ ഒരു വികാസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുക. കൂടാതെ മോർഗൻ സ്റ്റാൻലി, മക്വേറി, മോത്തിലാൽ ഓസ്വാൾ തുടങ്ങി ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ബ്രോക്കറേജസുകളുടെ റിസർച്ച് റിപ്പോർട്ടുകളും നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യ-US വ്യാപാര കരാർ പോലെ രാജ്യവും വിപണിയും ഒറ്റുനോക്കുന്ന സംഭവ വികാസങ്ങൾ പ്രേക്ഷകർ മിസ് ചെയ്യരുതെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനുവേണ്ടി ഈ രീതിയിലുള്ള വാർത്തകളും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഇന്ത്യയും US-ഉമായിട്ടുള്ള ഒരു ട്രേഡ് ഡീലിനുള്ള സാധ്യതകൾ ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ചില വാർത്തകൾ മാത്രമാണ്. വരും വർഷവും വാർത്തകളുടെ പെരുമഴ തന്നെയുണ്ടാകും. അവ മാർക്കറ്റിൽ ചലനങ്ങളും സൃഷ്ടിക്കും. അത് യഥാക്രമം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മൈഫിൻ TVയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. മൈഫിൻ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർക്ക് മികച്ചതിൽ കുറഞ്ഞതൊന്നും ലഭിക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ചിത്രം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ദ എക്കണോമിസ്റ്റ്. ലോകത്തിലെ എല്ലാ സമ്പദ് വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഡാറ്റകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ പരിപാടിയിൽ പങ്കുവയ്ക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്ന US ഫെഡിൻ്റെ റേറ്റ് കട്ട്. യഥാർത്ഥ റേറ്റ് കട്ട് ഉണ്ടായത് ഡിസംബർ 10-നാണെങ്കിലും ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നമ്മൾ ഡിസംബർ 8-നുള്ള എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിലെ ഒരു സാഹചര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ലേബർ കണ്ടീഷൻ മോശമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു റേറ്റ് കട്ട് നടത്തേണ്ട ഒരു ആവശ്യകത കൂടിയാണ് US-ൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. US-ലെ തൊഴിൽ സാഹചര്യങ്ങൾ മോശപ്പെടുന്നതും CPI കണക്കുകളിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻക്രീസ് ഇല്ലാത്തതും കൊണ്ട് തന്നെ
സ്വാഭാവികമായും US ഫെഡിന് ഒരു റേറ്റ് കട്ടിന്റെ സാധ്യത വലുതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രീമിയത്തിൽ എപ്പോഴും ബെസ്റ്റ് തന്നെ നൽകണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സ്റ്റോക്ക് ഓഫ് ദ വീക്ക്. സ്റ്റോക്ക് ഓഫ് ദ വീക്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഒരു ഗ്രോത്ത് സ്റ്റോറിയുള്ള ബിസിനസ്സാണ് എപ്പോഴും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതിലെ വമ്പൻ പ്ലെയർ ആയിട്ടുള്ള എംബസി ഓഫീസ് പാർക്സ് റേറ്റിന്റെ ഒരു എപ്പിസോഡും ഇതിന്റെ തെളിവാണ്. ഇതിൽ ഇന്ത്യയിലെ ഫ്ലാഗ് ബെയറർ അഥവാ ബെഞ്ച് മാർക്ക് സെറ്റർ ആരാണെന്ന് അറിയാമോ? ആ കമ്പനിയുടെ പേരാണ് എംബസി ഓഫീസ് പാർക്ക് റേറ്റ്. ഇതുകൂടാതെ മാനുഫാക്ചറിംഗ്, ഡിഫൻസ്, ഫൈനാൻഷ്യൽസ്, ഓട്ടോ എന്നീ മേഖലകളിലുള്ള സുപ്രധാനമായിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളമുള്ള എക്സ്ക്ലൂസീവ് ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ച് സെക്ടർ റൊട്ടേഷൻ ക്യാച്ച് ചെയ്യുക എന്നത് അതിപ്രധാനമാണ്. നിഫ്റ്റിയിൽ സെപ്റ്റംബർ അവസാനം ഹെൽത്തി കറക്ഷൻ, അറ്റ് ദ സെയിം ടൈം PSU ബാങ്കിൽ പ്രോപ്പർ മൊമെന്റം ബിൽഡപ്പ്. അതെ, മാർക്കറ്റ് സ്ക്രീനറിൽ സെപ്റ്റംബർ 29 നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സെ റാലി. എക്സാക്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ 7246 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് അപ്സെ റാലി ആയിരുന്നു ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 2025 അവസാന മാസങ്ങളിൽ നിഫ്റ്റിയിൽ ചോപ്പി മാർക്കറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൈ വോളറ്റൈൽ മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം മെറ്റൽ ഇൻഡെക്സിൽ സ്ഥിരതയാർന്ന ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് സ്ക്രീനറിൽ 3 സെപ്റ്റംബറിൽ മെറ്റൽ ഇൻഡെക്സിലെയും ടാറ്റ സ്റ്റീലെയും ബ്രേക്ക്ഔട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് മൊമെന്റം റാലിയായിരുന്നു ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രോങ് സെക്ടർ ഐഡന്റിഫൈ ചെയ്യുക എന്നതിലുപരി വീക്ക് സെക്ടർ അല്ലെങ്കിൽ വീക്ക് സ്റ്റോക്സിൽ നിന്നും മാറി നിൽക്കുക എന്നതും ട്രേഡിംഗ് ബ്യൂട്ടിയാണ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സരിഗമ. സരിഗമയിൽ ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ്, അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ബിയറിഷ് കാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീഡിയ സെക്ടറിലും വീക്ക്നെസ് നമ്മൾ മാർക്കറ്റ് സ്ക്രീനർ സെഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ലോ റിസ്ക് ഹൈ പ്രോബബിൾ കാൻഡിഡേറ്റ് പിക്ക് ചെയ്യുക എന്നതാണ് സ്വീറ്റ് സ്പോട്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ടെക് മഹീന്ദ്ര. റീസെന്റ് മാർക്കറ്റ് സ്ക്രീനർ സെഷനിൽ നമ്മൾ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 10th നവംബറിലാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സെ റാലി, ഹയർ ലെവലിൽ ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിലെ ഓഹരിയായ ടെക് മഹീന്ദ്രയിലും നമുക്ക് ഈ പ്രീ മാർക്കറ്റിൽ നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.2% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അത് 10th നവംബറിലാണ് IT ഇൻഡെക്സിൽ പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഹയർ ഹൈ പാറ്റേൺ ആയിരുന്നു നമുക്ക് IT ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതുപോലെ തന്നെ സ്ട്രോങ് സെക്ടറിലെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആയ ടെക് മഹീന്ദ്രയിലും സ്ട്രോങ് വോളിയം ആക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സെ റാലി കണ്ടിന്യൂ ചെയ്യുന്ന ടെക് മഹീന്ദ്രയാണ് നമുക്ക് റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, ടൈമിംഗ് ഈസ് എവറിത്തിങ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സോ വി ഫോളോ മാർക്കറ്റ് സ്ക്രീനിങ് ഇൻ പ്രോപ്പർ വേ. മാർക്കറ്റ് ഫിനാലെ എന്ന ഷോ മൈഫിൻ TV സംപ്രേഷണം ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ബിസിനസ് റിലേറ്റഡ് ഷോയാണ്. ഓരോ ദിവസവും മാർക്കറ്റിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഓഹരികൾ, സെക്ടറുകൾ, ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ എങ്ങനെ പ്രതികരിച്ചു അന്നത്തെ മാർക്കറ്റിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു ഷോ വഴി അറിയാൻ സാധിക്കും. ഓരോ ദിവസവും മാർക്കറ്റിൽ നിന്ന് ഏതൊക്കെ ടേക്ക് അവേസ് ആണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് കൂടുതൽ വിശദമായി ഈ ഷോ വഴി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ഒരു ഷോയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻ്റാണ് ബ്രോക്കറേജ് റഡാർ. ഓരോ ദിവസവും മാർക്കറ്റ് അവേഴ്സിൽ തന്നെ ഒത്തിരി ബ്രോക്കറേജ് കമ്പനികളുടെ ബ്രോക്കറേജ് റഡാറുകളാണ് ലഭ്യമാകുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും നല്ല ബ്രോക്കറേജ് റഡാർ തിരഞ്ഞെടുത്തുകൊണ്ട്, അതായത് അത് വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ ഒരു ഷോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഭാവിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള ഓഹരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളെ ഈ ഒരു ഷോ വഴി ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മാർക്കറ്റ് ഫിനാലയുടെ സെപ്റ്റംബർ 15 എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയ ബ്രോക്കറേജ് റഡാർ. ഓട്ടോ സെക്ടറിന് ബ്രോക്കറേജ് നൽകിയ റെക്കമെൻഡേഷൻസ് ആൻഡ് ടാർഗറ്റ് വിലയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഏതായാലും നമുക്ക് അടുത്ത വാർത്തയിലോട്ട് പോകാം. ഇനി നമുക്കൊരു വാർത്തയായിട്ട് ഷെയർ ചെയ്യാനുള്ളത് HSBC ഇപ്പോൾ ഓട്ടോ സെക്ടറിൽ നൽകിയിരിക്കുന്ന ചില ബ്രോക്കറേജ് ടാർഗറ്റുകളും അല്ലെങ്കിൽ ബ്രോക്കറേജ് റെക്കമെൻഡേഷൻസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിലവിൽ മാരുതി സുസുക്കിയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ HSBC നിലവിൽ നൽകിയിരിക്കുന്നത് ബൈ എന്ന രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷനാണ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു 14,000 എന്നൊരു പ്രൈസ് ആയിരുന്നു. ഇതിൽ പല സ്റ്റോക്കുകളും ഇന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചില സ്റ്റോക്കുകൾ ടാർഗറ്റ് മറികടന്ന് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഷോയിലെ സ്റ്റോക്ക് ന്യൂസ് സെഗ്മെന്റ്സ് ആണ്.
എല്ലാവരും മെയിൻ ലൈൻ സെക്ടറിലെ ന്യൂസുകളുടെ പിറകിൽ പോകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സെക്ടറുകളല്ലാതെ വന്ന വാർത്തയിൽ നിന്ന് അതിൽ നിന്നുള്ള ക്യൂസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സെക്ടറിലെ ചില സ്റ്റോക്കുകളുടെ വാർത്തകൾ നമ്മൾ പറയാറുണ്ട്. ഇത്തരം ഭാവി സാധ്യതയുള്ള സ്റ്റോക്കുകളെ വിശദമായി തന്നെ നമ്മൾ ഈ ഷോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് സെപ്റ്റംബർ 10 എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയ സീഫുഡ് എക്സ്പോർട്ട് കമ്പനികളുടെ സാധ്യതകൾ. ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികളിലാണ് ഇന്ന് വലിയ രീതിയിലൊരു മുന്നേറ്റം നമ്മൾ കണ്ടത്. ആ ഒരു ഓഹരികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ന് വലിയ രീതിയിൽ മുന്നേറ്റം കണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് അവന്തി ഫീഡായിരുന്നു. രണ്ടാമത്തെ ഒരു ഓഹരി എന്ന് പറയുന്നത് അപ്പെക്സ്. ലക്ഷറീസ് ക്യൂസീൻസിന് വലിയ സാധ്യതകളാണ് ഇനിയുള്ളത്. ഈ മേഖലയിലെ എൻഡ് ടു എൻഡ് വാല്യൂ ചെയിൻ ഉള്ള മാത്രമല്ല ഫുള്ളി ഓർഗനൈസ്ഡ് ആയ അവന്തി ഫീഡ്സ് ഉൾപ്പെടെയുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. താരിഫിന്റെ സമ്മർദ്ദം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ ഓഹരികൾ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി താരിഫ് മാറുന്ന സാഹചര്യത്തിൽ വളരെയധികം സാധ്യതകൾ ഇനിയും ഈ ഒരു ഓഹരിക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന പല ബിസിനസ്സുകളും അണ്ടർ പെർഫോം ചെയ്തപ്പോൾ സീ ഫുഡ് എക്സ്പോർട്ട് കമ്പനികൾക്ക് മികച്ച പെർഫോമൻസ് മാർക്കറ്റിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. IPO അലേർട്സ് മൈഫിൻ TV അവതരിപ്പിക്കുന്ന പ്രീമിയം ഷോയാണിത്. വിപണിയിലേക്ക് വരാനിരിക്കുന്ന പുതിയ കമ്പനികൾ, അതായത് പബ്ലിക് ഇഷ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോ വഴി അറിയാൻ സാധിക്കും. കമ്പനിയുടെ ഓഹരികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഒരു ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതാണ്. ഇഷ്യൂ ഡീറ്റെയിൽസ്, കമ്പനി അനാലിസിസ്, ഫൈനാൻഷ്യൽ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഷോ വഴി ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. ഇഷ്യൂയിലൂടെ കമ്പനി സമാഹരിക്കാൻ ഒരുങ്ങുന്നത് 2150 കോടി രൂപയാണ്. ₹1 മുഖവിലയുള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 98 രൂപ മുതൽ 103 രൂപ വരെയാണ്. ഓഹരികൾ BSE NSE എക്സ്ചേഞ്ചുകളിൽ ഓഗസ്റ്റ് 26 ലിസ്റ്റ് ചെയ്യുക. കൂടാതെ കമ്പനിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണ്, കഴിഞ്ഞ 3 വർഷത്തെ റവന്യൂവും പ്രോഫിറ്റും ഒക്കെ തന്നെ ഞങ്ങളിവിടെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. കൂടാതെ EPS, ROE, ROCE, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ തുടങ്ങിയ റേഷ്യോകൾ ഞങ്ങളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതേ കാലയളവിലെ EPS നോക്കുകയാണെങ്കിൽ ₹8.49 2023 കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിലെ ROE 16.43%. 2023 -19.64% കമ്പനിയുടെ ROCE. ഇതിലൂടെ പുതിയ കമ്പനിയിൽ നിക്ഷേപിക്കാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ വളരെ ഇന്റലിജന്റ് ആയി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബെൽറൈസ് ഇൻഡസ്ട്രീസ്, ശ്രീജി ഷിപ്പിംഗ്, ട്രാവൽ ഫുഡ് ആൻഡ് സർവീസസ് എന്നീ കമ്പനികളെ ഞങ്ങൾ ഈ ഒരു ഷോ വഴി നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഈ കമ്പനികളുടെ ഓഹരികൾ ഇപ്പോൾ മികച്ച പെർഫോമൻസ് ആണ് മാർക്കറ്റിൽ ലിസ്റ്റിംഗിന് ശേഷം കാഴ്ചവെച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഷോയാണ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സ്. വരുന്ന ആഴ്ചയിൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഒരു ഷോ വഴി പറഞ്ഞു പോകുന്നുണ്ട്. ത്രൂ ഔട്ട് കൺസോളിഡേറ്റഡ് മോഡിലായിരുന്നു പോയ വാരം വിപണി. അതിനു മുന്നോടിയായി തുടർച്ചയായ ഇടിവിന് ശേഷം ആഴ്ചയുടെ അവസാന 2 ട്രേഡിംഗ് സെഷനുകളിൽ ഒരു റാലിയായിരുന്നു പോയ വാരം അമേരിക്കൻ വിപണികളെ നയിച്ചത്. ആഗോള ആഭ്യന്തര വാർത്തകൾ, കമ്മോഡിറ്റി മാർക്കറ്റിലെ വാർത്തകൾ, IPO അനാലിസുമായി ബന്ധപ്പെട്ട വാർത്തകൾ, മാത്രമല്ല ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസും ഈ ഒരു ഷോ വഴി ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. ക്രൂഡ് ഓയിലിൽ ഇടിവാണ് പോയ വാരം രേഖപ്പെടുത്തിയത്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. IPO മാർക്കറ്റിലോട്ട് വന്നാൽ അടുത്ത ആഴ്ച ഡിസംബർ 23 KSH ഇന്റർനാഷണൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. കൂടാതെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അനലിസ്റ്റുകൾ നൽകുന്ന ടെക്നിക്കൽ അനാലിസിസും കൂടാതെ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി ഈ ഒരു ഷോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് ഹെഡിൽ 26,000 ആണെന്നും ഇത് മറികടന്നാൽ ഷോർട്ട് കവറിംഗ് ഉണ്ടാകുമെന്നാണ് സെൻട്രൽ ബ്രോക്കിംഗ് ഇക്വിറ്റി റിസർച്ച് ഹെഡായ നിലേഷ് ജെയിൻ പറയുന്നത്. ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോർമേഷൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഇൻഡിസിസീവ് ആണെന്നും ഇൻഡെക്സ് 58,712 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റിലീഫ് റാലി ഉണ്ടായേക്കുമെന്നാണ് അസിറ്റ് സി മെഹ്ത ഇൻവെസ്റ്റ്മെന്റിലെ റിസർച്ച് ഹെഡായ ഋഷികേഷ് യദ്വേ പറയുന്നത്.